ഓക്കെ ഓക്കെ ജമാൽ സാർ നന്നായിട്ട്. താങ്ക് യു. രാജു, അടുത്ത ഷോട്ട് നമുക്ക് ജീപ്പിനകത്ത് നിൽക്കാം. ജമാൽ സാർ നടന്നു ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അടികൊണ്ട് വീഴുന്ന ജമാൽ സാർ ചാർജ്. ബാബു ഈ രണ്ട് ഷോട്ട് നമ്മൾ എടുത്താണ്. ഒരു മിഡിൽ ഷോട്ട് അതിന് സൈഡ്. ഓക്കെ ഓക്കെ. എന്നാ ബാബു ജമാൽ സാർ. ഓക്കെ ഷോട്ടടി. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞില്ല, എന്നാലും കൊണ്ടുവന്നോളൂ, ഞാൻ കഴിച്ചോളാം. എന്ത് ഫുഡ് റെഡി എന്നല്ലേ പറഞ്ഞത്? ഷോട്ട് റെഡിയായെന്നാ പറഞ്ഞത്. ഓ ഷോട്ട്. എത്ര നേരമായി ഇങ്ങനെ അങ്ങോട്ടെങ്ങനെ മാറിയിരിക്കാൻ വരുന്നില്ല. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര ഡേഞ്ചറാ. അധികം കൊള്ളണ്ട, കറുത്തു പോകും. സാർ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഷോട്ട് ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുന്ന എസ് ഐയെ ഇയാൾ ഇടിക്കുന്നു. അപ്പോൾ എസ് ഐ ബോണറ്റിൽ അടിച്ച് നിലത്ത് വീഴുന്നു. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അരയിൽ നിന്ന് തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുന്നു. അപ്പോൾ അവർ ഓടും. അപ്പോഴാണ് എസ് ഐയുടെ ഡയലോഗ്, നിൽക്കാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. ഓക്കെ സാർ, ആ ഡയലോഗ് തരൂ. ഇതാ ഒന്ന് നോക്ക്. നിൽക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. ഓക്കെ. അപ്പൊ ഈ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ക്യാമറ ജീപ്പിനുള്ളില്. അപ്പൊ ഫൈറ്റ് ഇവിടുന്ന് ഓടി ഒരു പാടത്ത് ചെയ്യുന്നു. ഇപ്പൊ സാറിത ഇവരുടെ പുറകെ ഓടി അവിടെ വരെ ചെല്ലുമ്പോൾ അവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഹേഴ്സൽ നോക്കാം. റിഹേഴ്സൽ വേണമെന്നില്ല, ഞാൻ ഓക്കെയാണ്. ഇതൊക്കെ ചെറിയൊരു ഷോട്ടല്ലേ, നമുക്ക് ടേക്ക് പോവാം. രാജീവേ, ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഫീൽഡ് ക്ലിയർ, ഫീൽഡ് ക്ലിയർ. രാജീവേ സാർ, ഓക്കെ ടേക്ക് ആണ്. ഓക്കെ സാർ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ, ആക്ഷൻ. നിൽക്കാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, ഐ വിൽ ഷൂട്ട്. അന്റെ തലക്കെന്താടാ പിരാന്ത് പിടിച്ച? അതോ മേത്ത് വല്ല ശൈത്താനും കേറിയ? ഈ ആരെയാടാ പൂട്ടൊന്നും പറഞ്ഞ പുറത്തേക്ക് ഓടണത്? അത് പിന്നെ മാമ, ഞാനൊരു സ്വപ്നം കണ്ട് പോലീസ് എസ് ഐ ആയിട്ട്. നേരാണ് ഈ പറഞ്ഞത്, അന്ന പോലീസിലെടുത്താ? എടുത്തു, പോലീസിലല്ല, സിനിമയില് ഞാനൊരു സൂപ്പർ സ്റ്റാറായി. സൂപ്പർ സ്റ്റാർ സന്ധ്യയാകുമ്പോ മുറ്റത്തോട്ടിറങ്ങി ആകാശത്തോട്ട് നോക്കിയാ അവിടെ കാണാം കുറെ സൂപ്പർ സ്റ്റാർ. മാമ, എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. ഞാനും ഒരിക്കൽ മമ്മൂട്ടിയും മോഹൻലാലിനെ പോലെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ആവും. മമ്മൂട്ടി, മോഹൻലാല്, അവരുടെ പേര് പറയാനുള്ള യോഗ്യത എനക്കുണ്ട്. ഓരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടം വരെ എത്തിയവരാ. ഞാനും ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഈ ജനിച്ചപ്പോഴേ എന്റെ ബുദ്ധി മുട്ടിയിരിക്കുകയായിരുന്നു. അന്നെ പോലത്തെ കുറെ ചെറുപ്പക്കാര് വീട്ടുകാരുടെ കായും കളഞ്ഞ് ഒരു പ്രയോജനവും ഇല്ലാതെ സിനിമ എന്ന് പറഞ്ഞ് നടക്കണം. മാമ നോക്കിക്കോ, മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചവിട്ടങ്ങൾ വെച്ചെന്നാണ്ട്. ബലാലല്ല ജമാല്. ഓരെവിടെ കിടക്കണം, ഈ എവിടെ കിടക്കണം? ഓരോ വീട്ടിൽ കിടക്കണം. എന്റെ ജമാല ഇവിടെ കിടക്കണം. ഈ വിഷമിക്കണ്ട, ഓരോടത്ത് പോയി ഞമ്മള് പറയാം അന്ന സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കാം. ആരോട്? മമ്മൂട്ടിനോടും മോഹൻലാലിനോടും. ഈ പറഞ്ഞ കേക്കാൻ ഓരെന്താ എന്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്നവരാ? എന്റെ ആമിന, ജമാലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം സുന്ദരൻ എന്നാണ്. പക്ഷെ എങ്കിൽ അത് പേരില് മാത്രം പോരാ, മുഖത്തും ഉണ്ടാവണം. എന്റെ ജമാല്, അനക്ക് പേരിട്ടവർക്ക് പറ്റിയ വലിയൊരു അബദ്ധാണ്. നമ്മുടെയൊക്കെ പേര് നോക്ക്, നമ്മുടെ മോന്തൊക്കെ ചേർന്ന പേരാണ് ഹുസൈൻ. എന്താ അതിന്റെ അർത്ഥം? കൊച്ചു സുന്ദരൻ. നോക്കട്ടെ. കണ്ടാലും പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. എന്റെ ജമാലിന്റെ ഈ മോന്തയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? ഇനി എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഞമ്മളത് മാറ്റിക്കൊടുക്കും. നമ്മള് കുങ്കുമപ്പ് പാല് ചേർത്ത് കൊടുക്കും. അതങ്ങടെ ഒരു മാസം കുടിച്ചാ ഏത് കരിമാക്കാനും വെളുക്കും. അതേ മോനെ, ഈ കുടുംബം മുഴുവൻ വെളുത്ത് കിട്ടും. ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്ന പൂവേ അടുത്ത പറമ്പിലുണ്ടാവണം. എന്റെ ബുദ്ധി മുട്ടിയാണ്. അനക്ക് പറ്റുമെങ്കിൽ 2 ചെമ്പരത്തി പൂ പറിച്ചോന്റെ ചെവിക്കണ വെച്ചു കൊടുക്കും. വേണേ ഈ 2 പറ്റാം. അല്ലേലും ഞമ്മളിത് കേക്കണം.
അനക്കറിയോ ജമാലെ, എന്റെ ബാപ്പ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ. എന്നെ നിക്കാഹ് കഴിക്കാൻ പറഞ്ഞ ആളെ കുറിച്ച് ഒത്തിരി കിനാവുകൾ നമ്മൾ കണ്ടിരുന്നു. ഷാജഹാനെ പോലെ സുന്ദരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളായിരിക്കണമെന്നായിരുന്നു. അപ്പൊ എനക്ക് ഭാഗ്യമുണ്ട്. തക്ക സമയത്ത് തന്നെ നമ്മൾ എത്തി. ഞമ്മളെ കൊണ്ടൊന്നും പറയിക്കരുത്, ഒരു ഭാഗ്യക്കാരൻ. അല്ലോ അപ്പൊ മാമി കുങ്കുമപ്പൂ ഈ ഇപ്പൊ അങ്ങനെ വെളുക്കണ്ട. മാമി. മോനെ ജമാലെ, അന്നോടുള്ള സ്നേഹം കൊണ്ട് മാമ പറയാണ്, പണിയെടുക്കാൻ പറ്റുന്ന പ്രായത്തിലെ പണിയെടുക്കാനും സമ്പാദിക്കാനും പറ്റൂ. 50 60 വയസ്സിൽ അതൊന്നും പറ്റൂല. മാമ നോക്കിക്കോ, ഒരിക്കൽ ഈ ജമാൽ ഒരു സൂപ്പർ സ്റ്റാറായി ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ ഈ എന്നെ ഒരു നോക്ക് കാണുവാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കും. ചെവിയില് ചെമ്പരത്തി പൂ പറിച്ചു വെക്കാൻ മാമ പറഞ്ഞില്ലേ, അത് മാത്രം പോരാ, അന്റെ തലയില് നെല്ലിക്കാത്തളം കൂടെ വെക്കണം കേട്ടോ. അല്ലോ, ടയർ 1/2 കിലോ തേഞ്ഞ്. എന്റെ ഷർട്ടും കൂളിംഗ് ഗ്ലാസും കേറി വാടക. ദമാമ 1,00,000 രൂപയുണ്ട്, കൊണ്ടുപോയി ഭദ്രമായി വെച്ചേക്ക്. എന്താ എന്നെ ഈ വേഷത്തിൽ കണ്ടത് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അസൂയല്ല തോന്നണം, നിന്നെ കറടിച്ചു പിടിക്കാൻ എനിക്ക് തോന്നണം. നിന്നോട് ആര് പറഞ്ഞാ എന്റെ ഷർട്ടും കൂളിംഗ് ഗ്ലാസ് കൊടുത്ത് ചേർത്താൻ? അത് പിന്നെ ഇത്രയും കാശ് വാങ്ങാൻ പോണല്ലെന്ന് കരുതി ഒരു സ്റ്റൈലിന്. അതിന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന്റെ കയ്യിൽ നിന്നല്ലല്ലോ കായ് വാങ്ങാൻ പോയത്, തടിക്കച്ചവടക്കാരൻ കാതറിന്റെ കയ്യിൽ നിന്നല്ലേ? അതെ, പക്ഷേ ഞാൻ ജമാലെ, നീ എന്റെ മൂത്തുമാന്റെ മോനായി പോയി. അല്ലായിരുന്നെങ്കിൽ അൻവറ്, നീ എന്റെ എളാമന്റെ മോനായി പോയി. അല്ലായിരുന്നെങ്കിൽ നിങ്ങള് രണ്ടാളും എന്റെ പെങ്ങന്മാരുടെ മക്കളായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ചവിട്ടി നമ്മള് പുറത്തിട്ടേ. കാര്യോട്ടാണല്ലോ ചവിട്ടി പുറത്തല്ലേ മാമിട, ആരെങ്കിലും എടുത്ത് അകത്തിടോ? നീ എന്താ തമാശ പറഞ്ഞതാ? വീക്കല്ലേ മാമ? അതെന്താ അനക്ക് അവനോട് അത്രയ്ക്ക് സ്നേഹം? അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെ? മാമ വീക്കണ സമയത്ത് ഇവനെങ്ങാൻ കുനിഞ്ഞറിഞ്ഞാലേ ഈ കൈ വന്ന് എന്റെ മുഖത്ത് കൊള്ളും. സൂപ്പർ സ്റ്റാർ ആകാനുള്ള മുഖമാണ് മാമ. യവൻ നന്നാവൂല. ജമാലെ, നിന്റെ ഷർട്ടാ കീറും. നിനക്ക് ഷർട്ടല്ല വേണ്ട, ഇത് എന്നാ നീ എടുത്തോടാ. ഷർട്ട് മാത്രല്ല, നിനക്ക് പാന്റ് ഊരി തരടാ. നിന്റെ ഒരു പൊട്ട ഷർട്ട്. ഹലോ, ഇടയ്ക്കൊന്നും വലിച്ചിട്ടില്ല. പിടി. ഇതൊക്കെ ഞാൻ സംവിധായകരെ കാണാൻ പോകുമ്പോ മാത്രം ഇടണതാ. സോറിടാ, ഞാൻ അറിഞ്ഞില്ല നീ ഇതൊക്കെ തെണ്ടാമോ ഇടണാണെന്ന്. ആ നീ വെച്ചോ, സംവിധായകരെ കാണാൻ പോകാനല്ലേ. എന്നൊരു കാര്യം ചെയ്യ്, ആ ട്രൗസർ കൂടി കൂരിത്താ. ഇത് വേണ? ഇത് വേണമെങ്കിൽ മാമാനോട് വെക്ക്, അപ്പുറത്തായാലും വിരിച്ചിട്ടിരുന്നതാ. അന്നോടാര് പറഞ്ഞാ ഞമ്മന്റെ ട്രൗസർ എടുത്തിടാൻ? ഇത് കണ്ടപ്പോഴേ ഞമ്മക്കൊരു മുമ്പരിചയം തോന്നിയതാ. ചാടി കടിക്കണ്ട, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ എടുത്തോട് തന്നെ ഊരിട്ടോളാം. വഴിമാറ്. പോയി വല്ല പണിയെടുത്ത് ചോദിക്കടാ. എടാ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സിനിമ നടനാവൂന്ന്. അഥവാ ആയില്ലെങ്കിൽ എനിക്ക് സിനിമ കാണുമെങ്കിലും ചെയ്യാം. നിന്റെ കാര്യം അതാണോടാ? ഗൾഫിൽ പോകും എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് ഗൾഫ് ഒന്ന് കാണാനുള്ള യോഗമെങ്കിലും ഉണ്ടോടാ? ഗൾഫിലെ കാറല്ല, എനിക്ക് ഇവിടത്തെ കാർ ഓടിച്ചു കിടക്കാനാ വിധി. എന്റെ പടച്ചോനെ, അങ്ങനെ തന്നെ പോട്ടെ. എടാ, എനിക്ക് അങ്ങനെങ്കിലും ഒരു പണിയില്ലടാ. വെറുതെ ഞമ്മക്ക് ഒരു ഡീസലും പാഴായി. അങ്ങനെ പറഞ്ഞു കൊടുക്ക് മാമ. ഉണ്ടായിരുന്നത് ഈ ഇത് ഷർട്ടും പാന്റും വാങ്ങി സംവിധായകരെ കാണാൻ നടന്നു കളഞ്ഞ കായ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞമ്മക്കൊരു ആന വാങ്ങായിരിക്കും. ശരിയാ, ആനേനെ വാങ്ങുമ്പോ ഒരു വെള്ള പുതപ്പൂടി മേടിച്ചു. അതെന്തിനാ? ആനയ്ക്ക് പൊതിക്കാനോ? ആനയ്ക്ക് പുതയ്ക്കാനല്ല, ആന ഇവിടെ ഉള്ളവരെ ചവിട്ടി കൊല്ലുമ്പോ പുതപ്പിച്ചങ്ങോട്ട് കിടത്താനാ. മര്യാദക്കല്ലെങ്കിൽ ഞമ്മളൊരു പുതപ്പ് വാങ്ങി അന്നെ ചവിട്ടിക്കൊന്ന് പുതപ്പിച്ചു. പടച്ചോനെ, ആനയ്ക്ക് മതോളിക, ചങ്ങലക്കിടാ, മാമയ്ക്ക് മതോളിക, മാമിക്കിടാ. എന്താടാ അയ്യോ പറഞ്ഞേ? ഞാനല്ല, ഈ ഗൾഫുകാരൻ എന്തോ പറഞ്ഞത്. ഒരു ഗൾഫുകാരൻ നടക്കും. ഏതായാലും ഒരു പണിക്കും പോവാത്ത സിനിമയെക്കാളും ഭേദം ഞാൻ തന്നെയാടാ. പിന്നെ പടച്ചോ കൊണ്ടു തരൂടാ എനിക്കൊരു വിസ. പിന്നെ പടച്ചോന് ഇപ്പൊ ട്രാവൽ അല്ല മാമ. ഏജൻസി. നീയൊക്കെ ഗൾഫിൽ പോണ സമയത്ത് ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും, അല്ലേ മാമ? ആറം പറ്റാണ്ടിരുന്ന ഭാഗ്യം. എന്താ പടച്ചോനെ,
രണ്ട് അനന്തരവന്മാരും കൂടെ ഞമ്മളെ ഇട്ട് വട്ടം കറക്കണം ഈ കാണാനില്ലേ? അനക്ക് ഇവരെ അങ്ങോട്ട് വിളിച്ചുകൂടെ? ഇല്ലെങ്കിൽ ഞമ്മളെങ്കിലും അങ്ങോട്ട് വിളിക്ക്. നിങ്ങളെ നമ്മൾ എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? എന്തേ അതെ, രാവിലെ ചായക്ക് ചപ്പാത്തി മതിയാ? ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ എന്താ? കോഴിക്കറി. കോഴിക്കറിന്റെ കാര്യമല്ല നമ്മൾ ചോദിച്ചത്. ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ ഇഡ്ഡലിയോ പുട്ടോ ദോശയോ വല്ലതും ഉണ്ടോന്നാണ്. അല്ല, നിങ്ങളെന്താണ് ഉദ്ദേശിക്കണത്? നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് അന്നെ എങ്ങനെ ഒന്ന് ഒഴിവാക്കിയെടുക്കാവുന്ന. മനസ്സിലായോടി ആമിന? മാമി, ഇന്നലത്തെ ചിക്കൻ കറി എന്റെ പല്ലിന്റെ ഇടയിൽ കേറി. അതെ, വെറുതെ ഇരുന്ന് നിന്നിട്ടാ. വെറുതെ ഇരുന്ന് നിന്നാലേ പല്ലിന്റെ ഇടയിൽ മാത്രല്ല എല്ലിന്റെ ഇടയിലും കയറും. ഈ എന്താടാ വള്ളിനിക്കറൊക്കെ ഇട്ട് പള്ളിക്കൂടത്തി പോണാ? ഇത് ഇപ്പോഴത്തെ ഒരു ഫാഷനാ മാമി. എങ്ങനെയുണ്ട്? മാമി, ഓടെ അവിടുന്ന് ലൈല പോയാ? ഓൾ ഒരുങ്ങണുണ്ട്.